സാർ എങ്ങനെയായിരുന്നു? ഒരു സ്റ്റുഡിയോ സ്റ്റുഡൻ്റ് ആയിരുന്നോ അതോ 10th വരെ ലാസ്റ്റ് 5 റാങ്കിനകത്തുള്ളായിരുന്നു. ലാസ്റ്റ് 5 ആയിരുന്നു. നമ്മുടെ ഒരു ഡ്രീമാണ്, ഒരു ഡ്രീം കം ട്രൂ ആണല്ലേ അത്. ആ സമയത്ത് ചില ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കളിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കിലുള്ള തിയറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പലപ്പോഴും ഞാൻ ക്യൂരിയസ് ആയിരുന്നു. ഈ കുട്ടികളിൽ പെട്ടെന്ന് CA ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ വഴി കയറി വരുന്ന കുട്ടികളാണ്. പഞ്ചസാര കഴിക്കാത്ത ഒരു ആളുടെ അടുത്ത് മധുരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കും, ഒരിക്കലും നോക്കില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു ട്രിപ്പിൾ ഐ കോമേഴ്സ് അക്കാഡമി കോഫി കോൺവെർസേഷൻസ് വിത്ത് ആൻ എക്സ്പേർട്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സിവിൽ സെർവൻറ്റ് ആയിരുന്ന ആളാണെന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം, സാധാരണ CA, CMA, CS, ACCAക്കാരൊക്കെയാണ്, ഇന്നിപ്പോൾ എന്താണ് സിവിൽ സർവീസ് എന്നൊരാളെന്ന്. പേടിക്കേണ്ട, ഇദ്ദേഹം CS ക്വാളിഫൈഡ് ആയ, CMA ക്വാളിഫൈഡ് ആയ, പിന്നീട് ഒരുപാട് ഡെസിഗ്നേഷൻസ് ഉള്ള എക്സ്പേർട്ട് എന്ന് നമുക്കൊരു സംശയമില്ലാതെ വിളിക്കാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നത്തെ ഈ സെഷൻ എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് 100% കോൺഫിഡൻസോടുകൂടി പറയാം. സോ ലെറ്റ്സ് വെൽക്കം അവർ ഡിയർ വേണുഗോപാൽ സാർ ടു ദ ഷോ. സാർ വെൽക്കം. സാർ, അപ്പം നമുക്ക് സിവിൽ സർവീസും തുടങ്ങാം. സാധാരണ എപ്പോഴും വരുന്ന ഗസ്റ്റിനോട് ആദ്യം ചാർട്ടേഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ CS അതിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരുന്നു സാറ് ഒരു സിവിൽ സർവീസിലേക്ക് എത്തിപ്പെട്ടത്? ഏത് സമയത്താണ് അങ്ങനെ ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നതും അത് പാസ്സാവുന്നതും ഒക്കെ? ഈ സിവിൽ സർവീസിൽ എത്തിപ്പറ്റാനുള്ള കാര്യം, ഞാൻ ഇനി MBA കഴിഞ്ഞപ്പോഴാണ് നേരിട്ടും സിവിൽ സർവീസ് ഒന്നും ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നിയത്. ഞാൻ ബേസിക്കലി ഒരു MBA സ്റ്റുഡൻ്റാണ്. MBA ഫൈനാൻസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സിവിൽ സർവീസിൽ കയറിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ ഈ MBAയുടെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. ജോലിക്ക് പോകുന്നതിന് പകരം സിവിൽ സർവീസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സിവിൽ സർവീസിന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ളതുപോലത്തെ സിവിൽ സർവീസ് അക്കാഡമീസ് ഒന്നും വളരെ കുറവായിരുന്നു കേരളത്തിനകത്ത്. ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡൽഹി വരെ പോകാനൊരു മടിയുമായിരുന്നു. കാരണം ബേസിക് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിനുള്ള പൈസയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ MBA കഴിഞ്ഞതിന് ശേഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഞാൻ പഠിപ്പിക്കാൻ പോയി. പാരലൽ കോളേജിലാണ് പഠിപ്പിക്കാൻ പോയത്. ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയതോടുകൂടി സബ്ജക്റ്റ് വളരെയധികം തറവായി. ഈ സബ്ജക്റ്റ് വളരെ തറവായുമ്പം നമുക്ക് തീർച്ചയായിട്ടും സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം സിവിൽ സർവീസിൽ നമുക്ക് സബ്ജക്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കോമേഴ്സ് ആയിരുന്നു ഞാൻ സിവിൽ സർവീസിന് എടുത്തത്. അപ്പോൾ ആ കോമേഴ്സ് എടുത്ത് പിന്നീട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തത്. പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് ബുക്സൊക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ആ ബുക്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്താണ് പോയത്. ഒരു കോച്ചിങ്ങും ഇല്ലായിരുന്നു, തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഫ്രണ്ട്സ് പോലും ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു എനിക്ക്. അപ്പം ഫ്രണ്ട് സർക്കിളിൽ ഡിസ്കഷനൊന്നും പോയിട്ടില്ല. ഇറ്റ്സ് എ സോൺലി എ പ്രൈവറ്റ് അഫയർ. ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു, ഒറ്റയ്ക്കിരുന്ന് ക്വാളിഫൈ ചെയ്ത് പോയി. ഓക്കെ സാർ, അപ്പം സിവിൽ സെർവൻറ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ കൊമേഴ്സ് മേഖലയിലെ പ്രൊഫഷണൽ കോഴ്സും സാറ് ട്രൈ ചെയ്യുന്നതും അത് ക്ലിയർ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയും. അപ്പം എന്തായിരുന്നു അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഇനി ഇതൊന്ന് നോക്കാം എന്നുള്ളത്? അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരായിട്ടും BCom ആയിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് കോമേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ സിവിൽ സർവീസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ക്യാൻവാസ് വെരി 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 വൈഡ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കിലുള്ള തിയറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പലപ്പോഴും ഞാൻ ക്യൂരിയസ് ആയിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് സിവിൽ സർവീസിൽ കയറിയതിന് ശേഷം ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് എറണാകുളത്ത് BSNL അല്ലെങ്കിൽ അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ആയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിലെ കമ്പ്യൂട്ടറൈസേഷൻ വിങ്ങിലെ ബില്ലിംഗ് ചാർജ് ആയിരുന്നു. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും പിടുത്തമില്ല. അപ്പോൾ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരെല്ലാം കമ്പ്യൂട്ടർ റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവരെപ്പോഴും ടെക്നിക്കൽ ജാർഗൻസ് ആയിരിക്കും നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ, ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തൊരു സംഗതിയാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിന് പഠിക്കാൻ ഏതാണ് പറ്റിയൊരു കോഴ്സ് നോക്കി. അപ്പോൾ അങ്ങനെ പറഞ്ഞു PGDC എടുത്താൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ജോലിയെ സംബന്ധിച്ച് ഞാൻ PGDC എടുത്തു. PGDC എടുത്തപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ജനറൽ നോളജ് നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ വെൻഡേഴ്സ് ഒന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ അത് പഠിച്ച് എടുത്തപ്പോൾ
പിന്നീട് അതിൻ്റെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു CIS എന്നൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ US ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്, അത് പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അതിലേക്ക് പോയി. പിന്നീട് ഞാൻ ഫൈനാൻസിൻ്റെ ഹെഡായിരുന്നു, GM ആയിരുന്നു, DGM ഒക്കെ ആയിരുന്നപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് പലതും നമ്മൾ ചെയ്യാറുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് BSNലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ചെയ്യുമ്പോൾ ലോ റിലേറ്റഡ് കാര്യങ്ങളും യൂണിയൻസ് നെഗോസിയേഷൻ എല്ലാം വരും. അപ്പോൾ ലോ പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. ഈ ലോ പഠിച്ചാൽ കൊള്ളാമെന്ന് വെച്ചിട്ട് LLB പോയി ചേർന്നു. അപ്പം ആ പഠിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലോ പഠിച്ചു. ഇപ്പോൾ ലോ പഠിച്ചപ്പോൾ വൈ നോട്ട് ഡു കമ്പനി സെക്രട്ടറി എന്ന് തോന്നി. അപ്പോൾ കമ്പനി സെക്രട്ടറിഷിപ്പ് പാസ്സായി. പിന്നീട് ഈ ജനറൽ മാനേജർ ഫൈനാൻസ് ആയിട്ടൊക്കെ ആയിട്ട് വരുന്നപ്പോൾ അക്കൗണ്ട്സിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ചും എല്ലാം നമ്മൾ പല ആൾക്കാരുമായിട്ട്, എസ്പെഷ്യലി അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസും അല്ലെങ്കിൽ അവിടെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ശരിക്കും ഇൻട്രാക്ഷൻ വന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തായാലും നമ്മൾ ചെയ്യുന്ന പണി ഇതാണല്ലോ, ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം, അപ്പോൾ എന്തുകൊണ്ട് CMA പാസ്സായിക്കൂടാ? അങ്ങനെ CMA എടുത്തു. അപ്പോൾ ജോലിയുമായിട്ട് പലപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിന് ബാക്കപ്പ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്. ആക്ച്വലി ഇത് ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കാരണം പല കുട്ടികളും ചോദിക്കുന്ന പല ഡൗട്ട്സ് ഉണ്ട്. ഒന്ന്, കൊമേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും സയൻസ് എടുത്ത കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അമിത പ്രാധാന്യം പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. പക്ഷേ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയുടെ ഒരു ഡെപ്തും അതിൻ്റെ ഒരു എത്രമാത്രം വൈഡാണെന്ന് അറിയാത്തൊരു പ്രശ്നം നമുക്കുണ്ട്. പിന്നെ ഒന്ന്, കൊമേഴ്സ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് സിവിൽ സർവീസിലേക്ക് പോകാൻ പറ്റുമോ, either ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ അല്ലെങ്കിൽ സയൻസ് എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ മിത്തുകളുണ്ട്. സോ സാർ ഇത് പറയുമ്പോൾ ഭയങ്കര ക്ലിയർ ആണ് ആക്ച്വലി എന്താണ് പഠിക്കുന്നവർക്ക് എന്തൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന സാധനമല്ലേ, പഠനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പഠിക്കാവുന്നതാണ്. ഓക്കെ സാർ, എനിക്ക് ചോദിക്കാനുള്ള സാധനം, സാർ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് സാറിൻ്റെ ഒരു ലേണിംഗ് മെത്തഡോളജി, ഇപ്പം ഓരോരുത്തർക്കും പഠിക്കുക എന്ന് പറയുന്നതിന് പല വഴികളുണ്ടാവുമല്ലോ ഓരോരുത്തരും. സാർ എങ്ങനെയായിരുന്നു, ഒരു സ്റ്റുഡിയോ സ്റ്റുഡൻ്റ് ആയിരുന്നോ അതോ ലൈക്ക് എങ്ങനെയായിരുന്നു? നോ, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി കേട്ടോ. അതും പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ലൈഫ്, ഒരു എൻ്റെ 10th സ്റ്റാൻഡേർഡ് ഒരു ലൈഫ് ഒന്ന് വേറെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ 10th സ്റ്റാൻഡേർഡിലെ എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ എങ്കിലും തീർച്ചയായിട്ടും ദേ വിൽ ബി സർപ്രൈസ്ഡ്. ഞാൻ 10th വരെ ലാസ്റ്റ് 5 റാങ്കിനകത്തുള്ളായിരുന്നു. ലാസ്റ്റ് 5 ആയിരുന്നു. സോ ഐ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ ഞാൻ എപ്പോഴും സ്ഥിരം ക്ലാസ്സിൽ, അപ്പോൾ എനിക്കൊന്ന് 8, 9, 10 ഞാൻ സ്ഥിരമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനൊക്കെ തോക്കും. അപ്പോൾ ഇത് എനിക്ക് മാത്സുമായിട്ടൊന്നും ശരിയാവാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 10th സ്റ്റാൻഡേർഡിൽ 50% വെറും 302 മാർക്കോട് കൂടിയാണ് പാസ്സാവുന്നത്. അപ്പം 302 മാർക്കോട് 10th സ്റ്റാൻഡേർഡ് പാസ്സാകുമ്പം കോളേജിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. അന്നത്തെ പ്രീ ഡിഗ്രി, അതെ, കോളേജിൽ അഡ്മിഷൻ, അത് കാരണം കോളേജിലാണ് നമ്മൾ പോകുന്നത്, പ്രീ ഡിഗ്രിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പം അങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അഡ്വൈസ്, അതും എന്നെപ്പോലെ തന്നെ നല്ലൊരു ഉഴപ്പനായിരുന്ന ഒരു കൂട്ടുകാരനിൽ നിന്ന് അഡ്വൈസ് കിട്ടിയത്, അയാളെ മറക്കാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം ദാറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വൈസ് ദാറ്റ് ഐ ഹാവ് ഗോട്ട്. എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പോൾ എന്തു ചെയ്യുന്നു? ഞാൻ പറഞ്ഞ കോളേജിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 4th ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ പറഞ്ഞു. കാരണം അന്ന് പ്രീ ഡിഗ്രിക്ക് 4th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോമേഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കോമേഴ്സ് ഈ 4th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? അവിടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കോമേഴ്സ്, അക്കൗണ്ടൻസി ഇങ്ങനത്തെയാണുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് പഠിച്ചിട്ട് എന്ത് ഉപയോഗം? അവിടെ അവൻ പറഞ്ഞു, പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദർ ഇസ് നോ ക്യാരി ഓവർ. ദാറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ്. ദാറ്റ് ഇസ് യു ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു റീസ്റ്റാർട്ട് യുവർ ലൈഫ്. അപ്പോൾ ഇതുവരെയുള്ള ബാഗേജ് ഒന്നും നമുക്ക് എടുക്കണ്ട, സീറോ നമുക്ക് തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നീട് ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അക്കൗണ്ടൻസി ഉണ്ട്, അതിനകത്ത് 3 മാത്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാത്സിനോട് എനിക്ക് ശരിയായിട്ട് ആവത്തില്ല. അപ്പോൾ മാത്സ് എന്ത് ചെയ്യട്ടെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, മാത്സ് പ്രശ്നമില്ല, അക്കൗണ്ടൻസിൽ അഡിഷനും സബ്ട്രാക്ഷനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. ആ ഉറപ്പിന്മേലാണ് ഞാൻ കോമേഴ്സ് എടുക്കുന്നത്. അപ്പോൾ കോമേഴ്സ് എടുത്ത് ഒരു പാരലൽ കോളേജിൽ പോയാണ് ചെയ്യുന്നത്. അന്ന് എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഒരു പാരലൽ കോളേജിൽ പോയി. അപ്പോൾ ഈ പാരലൽ കോളേജിൽ പോയി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം നല്ല കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ നമുക്കൊരു വല്ലായ്മ തോന്നും. ചില ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കളിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അന്ന് മനസ്സിലായി, ജീവിതം നമ്മുടെ കയ്യിൽ എടുത്തില്ല എങ്കിൽ, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എടുത്തില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് കംപ്ലൈനിങ് അബൌട്ട് എനി വൺ എൽസ്. നമ്മൾ തന്നെയായിരിക്കണം നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ടറും എല്ലാം.
അന്ന് തൊട്ട് പഠിക്കണമെന്നൊരാഗ്രഹം തോന്നി. അപ്പം അങ്ങനെ പാരൽ കോളേജിൽ പോയപ്പോൾ ടെസ്റ്റ് ഇട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇന്ന് കിട്ടുമ്പോൾ ഒരു സക്സസ് ആണല്ലോ, ഒരു സക്സസ് ആണ്. ഒരു ചൊല്ലുണ്ടല്ലോ, സക്സസ് ബ്രീഡ് സക്സസ്. ഒരിക്കൽ നമ്മൾ ആ സക്സസ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കളയാൻ തോന്നില്ല. അപ്പം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാരൽ കോളേജിൽ ഒരു ടെസ്റ്റ് കിട്ടിയപ്പോൾ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയപ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. മനുഷ്യന് ഏറ്റവും ആവശ്യം ഒരു പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണല്ലോ, അറ്റൻഷൻ കിട്ടുന്നത് തോന്നി. അപ്പം അങ്ങനെ തോന്നി പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പോയി കിട്ടിയപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വിട്ട് കളയ്ക്കാൻ നമുക്ക് തോന്നില്ല. പിന്നെ അങ്ങനെ പഠിത്തം തുടങ്ങി. അങ്ങനെ പഠിച്ച് തുടങ്ങിയപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. പ്രീ ഡിഗ്രിക്ക് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ 5th റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് എ ഗുഡ് ബിഗിനിങ്. 5th റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഏത് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ കോളേജിൽ പോയില്ല. വീണ്ടും പാരൽ കോളേജിൽ തന്നെ BCom പഠിച്ചു. അവിടെ 4th റാങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് MBAക്ക് പോകുന്നത്. അപ്പോൾ MBAക്ക് പോകുമ്പം വീണ്ടും മാത്സ് കാണുകയാണ്. ആ മാത്സ് വീണ്ടും ഞാൻ പിന്നീട് തോക്കുകയാണ്. പക്ഷെ അപ്പോഴും വാശിയായി. മാത്സിനോട് തോറ്റു കൊടുക്കാൻ ഒക്കത്തില്ല. എങ്ങനെയെങ്കിലും ജയിച്ചാലേ ഒക്കത്തുള്ളൂ. കാരണം ഇതുവരെ സക്സസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, തിരിച്ച് നമുക്കത് കളയാൻ വയ്യ. അങ്ങനെ വന്നപ്പോൾ ഭാഗ്യത്തിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 2 മാസം പ്രോജക്റ്റ് ഹോളിഡേയ്സ് കിട്ടി. ആ സമയത്ത് ഒരു സാറിനെ കിട്ടി. സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എത്ര മാത്സ് പഠിപ്പിച്ചു തരാമോ? അപ്പോൾ സാറ് പറഞ്ഞ് ചെയ്തു തരാം, പക്ഷേ രാവിലെ വരണം, 4:30-5 മണിക്കൊക്കെ വരണമെന്ന് പറഞ്ഞു. സമ്മതിച്ചു. അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി മാത്സ് പഠിച്ച് വീണ്ടും പോയി മാത്സ് എഴുതി 90 മാർക്കോടുകൂടി മാത്സ് ജയിച്ചു. അപ്പം അന്ന് മനസ്സിലായി നമ്മൾ വിചാരിച്ചാലെല്ലാം നടക്കുമെന്ന്. അപ്പം അങ്ങനെ ഒരു തന്നെത്താനെയുള്ള ഒരു പഠിത്തമായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ സക്സസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വിട്ട് കളിക്കാൻ നമുക്ക് തോന്നില്ല. അത് തന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് പഠിത്തം തുടങ്ങിയത്. ഓക്കെ സാർ. പല കുട്ടികളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പം ചില ആൾക്കാർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും ചാർട്ടേഡ് അക്കൗണ്ടിങ് എടുക്കാം, CMA എടുക്കാം എന്നൊക്കെ. ചില കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇതിൽ ഏതെടുക്കാം. ഇപ്പോൾ CMA വേണോ CS വേണോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും ക്വാളിഫൈഡ് ആയ ആൾ എന്ന നിലക്ക് സാർ എങ്ങനെയാണ് ഒരു കുട്ടിയോട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇപ്പോൾ CMA CS ആ 2 കോഴ്സ് നമുക്ക് എടുക്കാം. CMAയും CS തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ CS ഒരു ലോ ഓറിയൻറ്റഡ് പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീഗൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ട്. അതുകൂടാതെ കോമേഴ്സിൻ്റെ ലീഗൽ വശത്തിനെ കുറിച്ചാണ് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗോ ഫോർ CS. പക്ഷേ CS പോയ ഒരു കാര്യം എന്ന് വെച്ചാൽ യു ഷുഡ് ബി ഗുഡ് ഇൻ യുവർ ലാംഗ്വേജ്. നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. ബിക്കോസ് യു ആർ ഗോയിങ് ആസ് എ കമ്പനി സെക്രട്ടറി ആയിട്ടാണ് പോകുന്നത്. ആൻഡ് സെക്രട്ടറി മീൻസ് യു ആർ സെക്രട്ടറി ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ആ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അതുകൂടാതെ ഈവൻ ഈ CS എടുത്താൽ ഈവൻ കോർപ്പറേറ്റ് ലോസ്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു LLBയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് കോടതിയിൽ വേണമെങ്കിൽ പോയി വാദിക്കാൻ നോക്കും, ഒരു LLBയും കൂടെ കയ്യിലുണ്ടെങ്കിൽ. ഒരു CS എടുത്തതിന് ഒരു LLB എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു ലീഗൽ ബെൻഡ് ഓഫ് മൈൻഡാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ലാംഗ്വേജ് നല്ലതാണ് എങ്കിൽ, നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുന്ന നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ യു ഗോ ഫോർ CS. അതേസമയത്ത് ഒരു അക്കൗണ്ടിങ് പേഴ്സ്പെക്റ്റീവാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻസിലേക്ക് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ CMAയിലേക്ക് പോവുക. അപ്പോൾ CMA ആണോ CA ആണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും CA ഹാസ് ഗോട്ട് ആൻ അഡ്വാൻറ്റേജ്, ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. പക്ഷേ CMA നല്ലപോലെ പഠിക്കുകയാണ്, നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ CA ആൻഡ് CMA എന്ന് പറയാം. ബിക്കോസ് ഞാനൊരു CMAക്കാരനാണ്. നമുക്കൊരു CAക്കാരൻ്റെ കൂടെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിൽ വേണം. അത് നമ്മളൊരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ നമുക്ക് തോന്നിപ്പോയാൽ പ്രോബ്ലമാണ്. നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഒക്കും, ആരോടും എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഒക്കും. ആ നോളജ് ഉണ്ടെങ്കിൽ CMA ഈസ് ക്വൈറ്റ് സഫീഷ്യൻറ്റ് ടു കം അപ്പ് ഇൻ ദ ലൈഫ്. ഒരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ലീഗൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഗോ ഫോർ CS. ഒരു അക്കൗണ്ടിങ്, ഫൈനാൻസ് എന്നീ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഗോ ഫോർ CMA. സാർ, നമ്മളിപ്പം പല കുട്ടികളും +2 ശേഷം ചാർട്ടേഡ് അക്കൗണ്ടിങ്, CMA, CS, SEC ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡിഗ്രിക്ക് ശേഷം ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം പലരും ഡിഗ്രിക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവുക ഈ കോഴ്സിനെ കുറിച്ചിട്ട്. പക്ഷേ 10th കഴിയുന്ന കുട്ടികൾക്ക് ഈ കോഴ്സസിൻ്റെ ഫസ്റ്റ് ലെവലിന് രജിസ്റ്റർ ചെയ്യാമെന്നും +1 +2 കൂടെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാമെന്നുള്ളതും കുറേ പേർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, എത്ര നേരത്തെ പഠിക്കുന്നു അത്രയും നല്ലതാണെന്നുള്ളത്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് വളരെ ബെനിഫിഷ്യലാണ്. അത് 2 കാര്യം പറഞ്ഞുതരാം. ഒന്ന്, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ആസ് യു റൈറ്റ്ലി സെഡ്, BCom കഴിഞ്ഞിട്ട് CAക്ക് വരുന്ന കുട്ടികളുണ്ട്. +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ വഴി ഇതിൽ വരുന്ന കുട്ടികളുണ്ട്.
ഇഫ് യു ആസ്ക് മീ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ കുട്ടികളിൽ പെട്ടെന്ന് CA ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ വഴി കയറി വരുന്ന കുട്ടികളാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ CAയുടെ റിഗർ എന്ന് പറയുന്നത് സെൻട്രലി ഡിഫറെൻറ്റ്. ഈ BCom നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് പാസ്സാവാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ BCom പാസ്സാവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ 3 വർഷം BCom പഠിച്ചതിന് ശേഷം ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇത് താങ്ങത്തില്ല. അതേ സമയത്ത് ഫൗണ്ടേഷൻ കോഴ്സ് വഴി ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് അവർക്കറിയാം, ബിക്കോസ് ഈ റിഗറുള്ള ഒരു കോഴ്സാണ് അവർ ചെയ്യുന്നത്, അതിനുള്ള പ്രിപ്പറേറ്ററി ഫോം ഫൗണ്ടേഷനിൽ കിട്ടുന്നുണ്ട്. സോ ദേ വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് വാട്ടർ വെരി ഈസിലി ദാൻ എ BCom സ്റ്റുഡൻറ്റ്. അതേപോലെ ഈ +1 നമ്മൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ നമ്മൾ SLC പോലെയോ അല്ലെങ്കിൽ HSC പോലെയോ അല്ല ഈ CAയുടെ റിഗർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ബേസിക്സും അതിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം ആ സമയത്ത് കിട്ടിയാൽ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ബി എൻ ഈസിയർ വേ ടു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദീസ് റിഗേഴ്സ് ഇൻ ലൈഫ്. അല്ലെങ്കിൽ വിൽ ബി ടേക്കൻ ഫോർ സർപ്രൈസ്. അത് ഞാൻ BCom പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു BCom കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ CAക്ക് പഠിപ്പിക്കുന്നത് അല്പം കൂടെ പ്രയാസമാണ് ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്നത്. ആ ഡിഫറൻസ് തന്നെ ഇവിടെയും ഫീൽ ചെയ്യാനൊക്കും. അപ്പം നമ്മൾ ആ പർട്ടിക്കുലർ റിഗറിന് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ഈസിയർ ഫോർ യു ടു ടേക്ക് കം ഇൻ ടു ദിസ് കോഴ്സ് ആൻഡ് ടു പാസ് ദിസ് കോഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത്, സയൻസ് പഠിക്കുന്ന കുട്ടികൾ, പല കുട്ടികളും ചിലപ്പം സയൻസ് എടുത്തത് അപ്പോഴത്തെ ആവേശത്തിനോ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഫോഴ്സ് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊന്ന് മാറ്റിപ്പിടിക്കാം, കൊമേഴ്സിലേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ വരുന്നൊരു ഡൗട്ട്, പക്ഷേ സയൻസ് എടുത്തത് കൊണ്ട് ഇനി നടക്കുമോ അല്ലെങ്കിൽ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. വാട്ട് അബൌട്ട് ദാറ്റ്? തീർച്ചയായിട്ടും ഒക്കും. കാരണം ഞാൻ അതും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്, ഈ സയൻസ് എടുത്ത കുട്ടികൾക്ക് അല്പം ഒരു പുതിയ കാര്യമെന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സയൻസ് പഠിച്ച കുട്ടികൾക്ക് ഒരു മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ ബ്രെയിൻ ഉണ്ട്. ദേ വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ഗെറ്റ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ തിങ്. അക്കൗണ്ട്സ് മാത്രം അല്പം ഒന്ന് പഠിച്ചെടുത്താൽ മതി. അക്കൗണ്ട്സ് പഠിക്കാൻ എളുപ്പമാണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ പിടുത്തമുണ്ടെങ്കിൽ, അക്കൗണ്ട്സ് ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട്സ് പഠിക്കാൻ ഫാർ ഈസിയർ ദാൻ ഫോർ ദ സയൻസ് സ്റ്റുഡൻസ് ടു കം ഇൻ ടു ദിസ് സ്ട്രീം. ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്, യൂഷ്വലി നമ്മൾ ഈ CAക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ഫെയറിങ് ബെറ്റർ ദാൻ ദോസ് പീപ്പിൾ ഹു കം ഫ്രം ദ അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട്. ദ ഓൺലി തിങ് ഈസ് അക്കൗണ്ട്സിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് വായിച്ചെടുക്കാനേ ഉള്ളൂ, പഠിച്ചെടുക്കാനേ ഉള്ളൂ. ആൻഡ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ പേടിക്കരുത്. അവർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അക്കൗണ്ട്സിലേക്ക് വരാൻ പാടാണോ, പ്രയാസമാണോ, അല്ലെങ്കിൽ ഫൈനാൻസിലേക്ക് വരാൻ പ്രയാസമാണോ? ഒരിക്കലും അല്ല. ആൻഡ് അവർക്ക് ആ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ദേ ഹാവ് എ ബിഗ് അഡ്വാൻറ്റേജ്, എസ്പെഷ്യലി വെൻ യു ഗോ ടു ദ ഹയർ റെൽംസ് ഓഫ് ഫൈനാൻസ്. കാര്യങ്ങളും കോൺസെപ്റ്റ്സ് ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. ഈ ബേസിക് അക്കൗണ്ടിങ് മാത്രമേ അവർക്കൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് പെട്ടെന്ന് നല്ല കോൺസെപ്റ്റ്സ് പിടുത്തമുള്ള സാറുമാരൊക്കെ കൈ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തേക്കൻ ഓക്കെ. സാർ, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുന്ന ചോദ്യം, അതായത് നമ്മളൊക്കെ സിവിൽ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഈവൻ അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും പേപ്പറിൽ നോക്കും നമ്മുടെ മലയാളികൾക്ക് റാങ്ക് ഉണ്ടോ അല്ലെങ്കിൽ എത്ര പേര് സർവീസിൽ കയറിയെന്നൊക്കെ. ഇപ്പം ഒന്ന് നമുക്ക് പിന്നോട്ട് പോവാം. സാർ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യുന്നു, പാസ്സാവുന്നു, ക്ലിയർ ചെയ്തിട്ട് ഈ റിസൾട്ട് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു സാറിന് എക്സ്പീരിയൻസ്? ലൈക്ക് അത് വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ ഒരു ഡ്രീമാണ്, ഒരു ഡ്രീം കം ട്രൂ ആണല്ലേ അത്. ആ സമയത്ത് അത് ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്, അത് പറയാനൊക്കത്തില്ല. അത് നമുക്ക്, കാരണം ചില നമ്മളടുത്ത് ചോദിക്കുന്നത് പഞ്ചസാര കഴിക്കാത്ത ഒരു ആളുടെ അടുത്ത് മധുരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കൂ, ഒരിക്കലും നോക്കില്ല. അപ്പോൾ ആ അത്തരം എക്സ്പീരിയൻസുകൾ ഉള്ള ആൾക്കാരുടെ അടുത്ത് അത് ചോദിക്കാനെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ഒക്കാത്ത ചില ഫീലിങ്സ് ഉണ്ട്. ചില അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അത്. അത് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ഇസ്, അത് ആ എന്ത് വേർഡ്സ് വെച്ച് പറയണമെന്ന് എനിക്ക് അറിയാനൊക്കത്തില്ല. അപ്പം വിൽ ബി ആസ്കിങ്, ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് 100th സെഞ്ചുറി എങ്ങനെയായിരുന്നു ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ നോക്കുമോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് ഈസ് എക്സ്പീരിയൻസ് സംതിങ് ഡിഫറെൻറ്റ്. അത് എക്സ്പീരിയൻഷ്യൽ ലെവലിലാണ്. ആ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊരു കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുട്ടികൾ ഒക്കെ ഒരു ഡൗട്ട്ഫുൾ ആവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ. ഓട്ടോമേറ്റഡ് ആവുന്ന കാര്യങ്ങൾ, മെഷീൻ ലേണിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ജോബ്സിൻ്റെ റിലവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം റോബോട്ട്സ് അത് എടുക്കാൻ നമ്മളെക്കാൾ നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. കോമേഴ്സ് മേഖലയിലേക്ക് വരുമ്പോൾ ഇത്തരം ജോലികളെ ഈ AI എത്രമാത്രം ബാധിക്കുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുക? ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ടെക്നോളജി മാറുന്നതനുസരിച്ച് നോളജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച അക്കൗണ്ട്സ് അല്ല ഇപ്പോഴത്തെ അക്കൗണ്ട്സ്.
അക്കൗണ്ട്സിൽ തന്നെ ശരിക്കും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ AI ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ബിസിനസ് വഴിയാണല്ലോ. ഇതെല്ലാം വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണ്. ബിസിനസ് സ്ഥാപനങ്ങളിൽ പറയുമ്പോൾ അക്കൗണ്ടൻസി ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ പുതിയ ടെക്നോളജി വരുന്നതോട് അക്കൗണ്ട്സിൽ നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റ ആൻഡ് അനാലിറ്റിക്കൽ സ്കിൽസ് എല്ലാം ശരിക്കും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ സെറ്റ് ഓഫ് സ്കിൽസ് വേണ്ടി വരും ഡെവലപ്പ് ചെയ്യാൻ. എസ്പെഷ്യലി ഒരു പുതിയ ഓർഗനൈസേഷനിൽ ഒരു പുതിയ AI എറയിൽ ഒരു ഫൈനാൻസ് മാനേജർ എന്ന് വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഔട്ട്ലുക്ക് അല്ല. പക്ഷേ യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഹാൻഡ് ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ദിസ് അനാലിസിസ് ഡാറ്റ ആൻഡ് തിങ്ക്. ഒരിക്കലും AI കനോട്ട് റീപ്ലേസ് ഹ്യൂമൻ ബീയിങ്സ്. അത് ഒരിക്കലും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ആ ഫീലിങ്സും ബാക്കിയുള്ള ആ പർട്ടിക്കുലർ ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ ഒക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് AI ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രോപ്പ് ടു ഇംപ്രൂവ് അവർ നോളജ്. അപ്പോൾ AI നന്നായിട്ട് ഉപയോഗിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഫൈനാൻസിലുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നുണ്ട്, അക്കൗണ്ട്സ് അല്ലെങ്കിൽ CA എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊമേഴ്സ് ഫൈനാൻസ് എന്ന ഫീൽഡിൽ നല്ല ഒരു എക്സ്പേർട്ട് ആകണമെങ്കിൽ നമുക്ക് എന്തിൻ്റെയൊക്കെ നോളജ് വേണമെന്ന് ചോദിച്ചാൽ you should know law, you should know accounts, you should know finance, you should also know something about computers. കാരണം കമ്പ്യൂട്ടേഴ്സിലാണ് ഇപ്പോൾ അക്കൗണ്ട്സ് നടക്കുന്നത് അല്ലേ. അപ്പം കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ അപ്പോൾ കമ്പ്യൂട്ടറൈസ് ഡിജിറ്റൽ മീഡിയയിലാണ് അക്കൗണ്ട്സും കിടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു വൈഡർ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് തീർച്ചയായിട്ടും അത് ഇൻ്റർലിങ്ക് ചെയ്യാനും അറിയണം. ഇൻ്റർലിങ്കിങ് കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയാൻ ഒക്കത്തുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് ബി ഐലൻഡ്സ് ഓഫ് നോളജ്. ഈ ഐലൻഡ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇൻ്റർലിങ്ക് ചെയ്ത് ആ കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിലാക്കി അത് ആ സ്ഥാപനത്തിന് ഉപയോഗകരമാകുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇറ്റ്സ് റിയലി എൻ എക്സൈറ്റിംഗ് വേൾഡ്. അത് അക്കൗണ്ടൻസിൻ്റെ റോൾസ് മാറും. ഈ പഠിക്കുന്നത് പോലെയല്ല. ശരിക്കും ഒരു 10 or 15 years down the line, a lot of new things are going to come and it's going to affect the life of an accountant or a finance manager also. No doubt on that. Sir, actually I am really fortunate to talk to you. കാരണം നമ്മൾ ഇൻ്റർവ്യൂ സീരീസ് നടത്തുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ട് വെച്ചിട്ടാണ്. പക്ഷേ ഒരു സെൽഫിഷ്നെസ് ആയിരിക്കാം പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന നമുക്കൊരുപാട് മാറ്റങ്ങൾ ആ ചെറിയ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതൊരു തരത്തിൽ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് നമ്മുടെ ഇത്ര നേരത്തുള്ള കോൺവെർസേഷൻ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ സാറുമായിട്ട് ഇനിയുമുള്ള കോൺവെർസേഷൻസ് നമുക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം. കുറച്ചുകൂടി വലിയ കാര്യങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് റിയലി നൈസ് ഇന്ററാക്ടിങ് വിത്ത് യു. ഓക്കെ സാർ, വെരി നൈസ്. താങ്ക് യു.